ഇടപെട്ടവരെ പൊതുവിൽ സൂചിപ്പിക്കുന്ന നാമമാണ് വേദവ്യാസരെന്നും ചരിത്ര പണ്ഡിതന്മാരെല്ലാം പൊതുവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ചയായും പുരാണങ്ങളിലെ കഥകൾ പറയാം. ആ പുരാണങ്ങളിലെ കഥകൾ വെച്ച് ഇന്ത്യയിൽ ജാതീയമായ അസമത്വങ്ങളെ ചിലപ്പോഴെങ്കിലും നമ്മൾ മറികടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ നല്ലതു തന്നെയാണ്. തീർച്ചയായും ഭാരതത്തിൽ നന്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉദാഹരണങ്ങൾ ശരിയാണ് എന്ന അർത്ഥത്തിലല്ല ഈ സംസാരം. കർണനെ പോലൊരാൾക്ക് കവചകുണ്ടലങ്ങളുമായി സൂര്യന്റെ പുത്രനായി കുന്തിയുടെ ഉദരത്തിൽ ജനിച്ചിട്ട് പോലും ഈ കർണൻ അദ്ദേഹം ഒരു സൂത കുടുംബത്തിൽ വളർന്നു വന്നതിന്റെ പേരിൽ മഹാഭാരതത്തിൽ മുഴുവൻ കർണൻ ആ സൂതനായി തന്നെ തുടർന്നത് അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ യഥാർത്ഥ ഉറവിടം അറിയാത്തത് കൊണ്ട് മാത്രം. എത്ര വലിയ അസ്ത്രപാടവമുണ്ടായിട്ടും കർണൻ പിന്നെയും 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 വേട്ടയാടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ പേരിൽ മാത്രമാണ്. നമുക്ക് കഥകൾ പറയാം, കഥകളിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറയാം. പക്ഷേ ഇന്ത്യയുടെ പച്ചയായ അനുഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിവേചനങ്ങളെ കുറിച്ച്, ആ സാമൂഹിക വിവേചനങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു മതവ്യാഖ്യാനത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ മൗനം പാലിച്ചുകൂടാ. ആ മതവ്യാഖ്യാനം തുറന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ. അത് നമ്മളെ പരസ്പരം അകറ്റുകയല്ല ചെയ്യുക, മറിച്ച് പുതിയ തിരിച്ചറിവുകളിലേക്കും പുതിയ അടുപ്പുകളിലേക്കും നമ്മളെ നയിക്കുക മാത്രമാണ് ചെയ്യുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ചോദ്യകർത്താക്കൾ അവരുടെ പേരും സ്ഥലവും പറയേണ്ടതാണ്. പരമാവധി ചോദ്യത്തിനുള്ള സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റിൽ കൂടിയ ചോദ്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. സമയപരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ചോദ്യകർത്താക്കൾ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക. മറുപടിക്കുള്ള സമയം, പരമാവധി സമയം 10 മിനിറ്റാണ്. 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. മറുപടിക്ക് ഉള്ള പ്രതികരണത്തിന് പരമാവധി സമയം 7 മിനിറ്റാണ്. സമയനിഷ്ഠ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ചോദ്യകർത്താക്കൾ സമയക്രമം പാലിക്കണമെന്ന് അറിയിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ്. ആരോടാണ് ചോദിക്കുന്നത് എന്ന് പ്രത്യേകം പറയണം. ഒന്നാമതായി ചോദിക്കുന്നത് രാഹുൽ ഈശ്വറിനോടാണ് എങ്കിൽ അടുത്ത ചോദ്യം മുസ്തഫ തൻവീറിനോട് ചോദിക്കുന്നയാൾക്കായിരിക്കും അവസരം നൽകുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ്. എൻ്റെ പേര് മുഹമ്മദ്, കടവത്തൂരാണ്. ഞാൻ രാഹുൽ ഈശ്വർ സാറിൻ്റെ ഫേസ്ബുക്ക് ഫോളോവറാണ്. എൻ്റെ ചോദ്യം രാഹുൽ ഈശ്വർ സാറിനാണ്. എൻ്റെ ചോദ്യം, പുരുഷ സൂക്തത്തിലെ ഈ പ്രത്യേക ശ്ലോകം ഉണ്ടല്ലോ, അത് ബ്രാഹ്മണന്മാർ ഹെഡാണ്, ഇത് ക്ഷത്രിയന്മാർ വേരിയാസിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനെയാണെങ്കിൽ മുസ്തഫ തൻവീർ പറഞ്ഞ മനുസ്മൃതിയിലെ ശിക്ഷാ നടപടികളെ കുറിച്ചുള്ള വചനങ്ങളുണ്ട്. അവ എങ്ങനെയാണ്? അത് ഹിന്ദുമതമായിട്ട് ബന്ധമില്ലാത്ത ഗ്രന്ഥമാണോ, അല്ലെങ്കിൽ അതിന് എന്താണ് വ്യാഖ്യാനം? മുഹമ്മദ്, താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ആദ്യം, ഈ വ്യാഖ്യാനത്തിന്റെ കലയെന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സാധാരണ അത് എ ഈസ് ഈക്വൽ ടു സി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു കഥവ് പകുതി തുറന്നു കിടന്നാൽ അത് പകുതി അടഞ്ഞു കിടക്കുകയാണ്, അല്ലെ? പകുതി തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പകുതി അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ തുറന്നു കിടക്കുന്നു എന്നാണ് അർത്ഥം. വ്യാഖ്യാനത്തിന്റെ കളി ഇതാണ്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ ശ്ലോകം ഏത് രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കും. പ്രധാനമായിട്ടും മുസ്തഫ തൻവീറൊക്കെ ഉപയോഗിച്ച വ്യാഖ്യാനങ്ങളൊക്കെ പലപ്പോഴും ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ മിഷണറിമാരൊക്കെ ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി നടത്തിയ വ്യാഖ്യാനങ്ങളാണ്. ഇത് തന്നെ നോക്കിയാൽ മതി. ബ്രാഹ്മണര് തലേന്ന് വന്നു എന്നല്ല, പിന്നെ ഇയാളുടെ തലേന്ന് എങ്ങനെ ആൾക്കാരുണ്ടാവുന്നു? ഈ തലയുടെ ജോലി, ബ്രെയിനിന്റെ ജോലി ചെയ്യുന്നവർ, ആ വ്യക്തികൾ ബ്രാഹ്മണരോ? ഇനി ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണന്നേ ഉള്ളൂ. അതായത് ബ്രഹ്മജ്ഞാനം, ദൈവജ്ഞാനം അന്വേഷിക്കുന്നവൻ ബ്രാഹ്മണനാണ്. ഇത് മാത്രമേ ഇതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം എങ്ങനെ? മനുസ്മൃതി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇന്ന് മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന അതേ ആംഗിൾ തന്നെയാണ് മനുസ്മൃതി വിമർശിക്കുന്നത്. പലപ്പോഴും ഈ ജാതി മാത്രമാണ് ഇത്തരം വേദികൾക്ക് എടുക്കാൻ താല്പര്യമുള്ളതെന്നും സ്ത്രീ വിമോചനം, എനിക്ക് വിമോചനമാണെന്ന് അഭിപ്രായമൊന്നുമില്ല കേട്ടോ, സ്ത്രീ വിമോചനം എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മനുവിന്റെ ഏറ്റവും പ്രശസ്തമായ വ്യാഖ്യാനം വിട്ടുകളഞ്ഞത്. പിതാ രക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അപ്പൊ ഇതിനോട് കുറച്ച് ചായ ഉള്ളതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരൊന്നും ഇത് എടുക്കാത്തത്. അന്ന് നമ്മുടെ സ്ത്രീകൾ നമുക്ക് ആ ബഹുമാനം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് അതിനർത്ഥം സ്ത്രീ അടിമത്തം കൊടുക്കണമെന്നല്ല.
അച്ഛൻ ചെറുപ്പകാലത്ത് അവളെ സംരക്ഷിക്കും, കുറച്ചു കാലം കഴിഞ്ഞാൽ അവളെ ഭർത്താവ് നോക്കും, അതിനുശേഷം മകനും നോക്കണം. അങ്ങനെ സ്ത്രീക്കെന്നും ഉന്നതമായ സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനം. ഇതിനെ മാറ്റി ദുർവ്യാഖ്യാനം ചെയ്യാം. മുസ്തഫയുടെ വാക്കുകൾ കേൾക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ തിരിച്ചുപോയി, ഇപ്പം പരിപാടി തീർന്നാണ്. 8 തൊട്ട് 8:30 വരെ NDTV ബിഗ് ഫൈറ്റ് എന്നൊരു പരിപാടിയുണ്ട്. രാത്രി 12:30 1 മണിക്കോ ആണ് അതിന്റെ റിപ്പീറ്റ്. നിങ്ങൾ വിശ്വസിക്കില്ല, ഇതൊക്കെയാണ് ദൈവം തമ്പുരാൻ നമുക്ക് കൊണ്ടുതരുന്ന ഒരു അവസരം. ഇന്നലെ ഖുഷ്ബു, നമ്മുടെ സിനിമാ നടി, തമിഴ് സിനിമാ നടി, ഞാനും ഇതേ വേദിയിൽ ഇതേ വാക്കുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളെ, അതായത് ഹാജി അലിയിൽ അവര് സ്ത്രീകളെ കയറ്റുന്നില്ല. അപ്പൊ ഹാജി അലി ദർഗയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് അകത്തേക്ക് സ്ത്രീകൾ വരണ്ടെന്നാണ് പുള്ളി അന്ന് എഴുതി വെച്ചത്. കുറെ അതിന്റെ ഇന്നർ റെസ്ട്രിക്ഷൻ, കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആൾക്കാർ തൊട്ടുരുമി പോണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കണം അന്ന് ചെയ്തത്. ഖുഷ്ബു അതിശക്തമായി വാദിക്കുകയാണ്, നൂറ്റാണ്ടുകളായി നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തിയില്ലേ, നിങ്ങൾ 4 കെട്ടി, ഞങ്ങളെ 1 മാത്രമേ കെട്ടാൻ അനുവദിച്ചുള്ളൂ, ഞങ്ങളുടെ ലൈംഗികതയെ നിങ്ങൾ അടിച്ചമർത്തി, ഞങ്ങൾ കുടുംബത്തിലേക്ക് തളച്ചിട്ടു, നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് കട്ടുകട്ടി വാദിക്കുക. അങ്ങനെ കോടിക്കണക്കിന് സ്ത്രീകളെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ, അതൊക്കെയാണ് ദൈവം ചോദിക്കുന്നത്, അള്ളാഹു എന്ന് നിങ്ങൾ വിളിക്കുന്ന ദൈവന്റെ മനസ്സ് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു, ഖുഷ്ബുജി വിശ്വാസിയാണോ? പള്ളിപ്പോ ആഗ്രഹമുണ്ട്? ഇല്ല, ഞാൻ വിശ്വാസിയല്ല, ഞാൻ നിരീശ്വരവാദിയാണ്. അതായത് ഞാൻ നിരീശ്വരവാദിയാണ്, പക്ഷെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്ന് പറയുന്ന ഒരു ആംഗിളേ ഇതുള്ളൂ. മുസ്തഫ തൻവീർ ഇത് വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ? എത്ര ഹിന്ദു ജാതികളുടെ പേരറിയാം? ഈ പിന്നോക്ക ഹിന്ദു ജാതികളുടെ പേരെത്ര എണ്ണം അറിയാം? ഈ SC/ST വിഭാഗം എന്ന് വിളിക്കുന്ന ആൾക്കാരെ എല്ലാം ദളിത് എന്ന് പറയുന്ന ഒരു വലിയ ഇതിൽ കെട്ടാൻ ശ്രമിക്കുകയാണ്. ഈ ദളിത് എന്ന് പറഞ്ഞൊരു ഒറ്റ വിഭാഗം ഇല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ക്രിയേഷനാണ്. അതായത് നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ മലയരയന്മാരുണ്ട്, കുറവരുണ്ട്, കുറിച്യരുണ്ട്, ചെറുമരുണ്ട്, പുലയരുണ്ട്, കുറച്ചുകൂടെ ശ്രേണിയിൽ ഉന്നതരെന്ന് പറഞ്ഞാൽ ഈഴവ സമുദായങ്ങളുണ്ട്. ശരിക്കും ശൂദ്രൻ എന്നാക്കുക അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇവിടുത്തെ നായർ സമൂഹത്തെ കൂടെ ഉദ്ദേശിച്ച് വിളിച്ചു എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ 100 കണക്കിന് ജാതിയുണ്ട്. ഈ ജാതിക്ക് വേണ്ടി ഈ വേദന അനുഭവിച്ചു എന്ന രീതിയിൽ ഊറ്റം കൊള്ളുന്നതിന്റെ പിന്നിൽ ഒരു സ്ട്രാറ്റജിയാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഇത് തന്നെയാണ് മറുഭാഗത്ത് ഹിന്ദു വലതുപക്ഷവാദികൾ അതിശക്തമായി തീവ്രവാദം ഞങ്ങളെ കൊന്നു തള്ളിയില്ലേ. നിങ്ങൾ ഇപ്പോഴും ഈ ഹിന്ദു വലതുപക്ഷ പരിപാടിക്ക് പോയാൽ സ്ഥിരം അവരുടെ വില്ലൻ ഇപ്പോഴും ഗോറിയും ഗസ്നിയുമാണ്. ഏതെങ്കിലും പരിപാടിക്ക് ഇവിടെ വെറുതെ എപ്പം തുടങ്ങിയാലും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം തകർത്ത കഥ പറഞ്ഞു തുടങ്ങും. ആ ഗോറിയും ഗസ്നിയും അതിവൈകാരികമായിട്ടൊക്കെ സംസാരിക്കും. ഗോറിയും ഗസ്നിയുടെയും പടയാളികൾ ആക്രമിച്ചു. നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നത്, ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് ടിപ്പുവിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു, നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. ടിപ്പു ഒരുപാട് ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതേ ടിപ്പു തന്നെയാണ് ശ്രീരംഗപട്ടണം അമ്പലത്തിനും അവിടുത്തെ സ്വാമിയാർക്കും ഗ്രാന്റ് കൊടുത്തിട്ടുള്ളത്. ഇന്നും മൂകാംബിക എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രത്തിൽ ടിപ്പുവിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. സലാം മംഗളാരതി എന്നാണ് അതിന്റെ പേര്. അതായത് ടിപ്പുവോടെ വന്ന് എല്ലാവർക്കും സലാം പറഞ്ഞിട്ട് പോയി എന്നർത്ഥത്തിൽ അവിടുത്തെ ദീപാരാധനയെ വിളിക്കുന്ന പേര് സലാം മംഗളാരതി എന്നാണ്. അവൻ ടിപ്പുവിനെ ബ്ലാക്ക് അടിക്കാൻ, ഈ ചരിത്രം മുഴുവൻ പെയിന്റ് അടിക്കലാണ്, ഒന്നെങ്കിൽ വെള്ളം അടിക്കും അല്ലെങ്കിൽ കറപ്പടിക്കും. അപ്പൊ ഈ ചരിത്രത്തെ കറപ്പടിക്കാനായിട്ട് ടിപ്പുവിന്റെ നെഗറ്റീവ്സ് മാത്രം എടുത്ത് ടിപ്പു മോശക്കാരനാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ചരിത്രം. അദ്ദേഹത്തിന് വേദവ്യാസൻ പലരാണ്, അതെ, പക്ഷേ വേദവ്യാസൻ എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ച കൃഷ്ണദ്വൈപായൻ എന്നാണ്. മുക്കുവത്തിയായ ആ സ്ത്രീയുടെ മകന് എങ്ങനെ ഈ രീതിയിൽ സ്ഥാനം കിട്ടി? വാൽമീകി ഭിൽ സമുദായക്കാരനാണ്, എങ്ങനെ സ്ഥാനം കിട്ടി? കൃഷ്ണൻ ബ്രാഹ്മണനാണോ? രാമൻ ബ്രാഹ്മണനാണോ? ഇതൊന്നുമല്ല. അപ്പൊ ഈ രീതിയിൽ ഈ ഊറ്റം കൊള്ളുന്നതിന്റെ എല്ലാം പിന്നിൽ ബോധപൂർവമായിരിക്കില്ല കേട്ടോ, അബോധപൂർവമായി ഇദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അജണ്ടകളും ഒക്കെയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഹിന്ദു സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ മുസ്തഫ തൻവീർ ഇത് പറയുന്നത്? അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഈ ലെഫ്റ്റ് ലിബറലായ ഫെമിനിസ്റ്റുകൾ പറയുന്നത്? ഒന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളെ അങ്ങനെ അവരുടെ ഈ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന് അത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. പള്ളികളിലെ പോലെ ഓത്തുപള്ളികളോ ബൈബിൾ ക്ലാസ്സുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ചുംബന സമരത്തിന് പോകുന്നവരും 99% ഹിന്ദു സമൂഹത്തിൽ നിന്ന് പോകുന്നത്. കാര്യം ഇവരെ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് തെറ്റെന്ന് പറഞ്ഞു നടത്താനുള്ള ഒരു സംവിധാനം തൽക്കാലമില്ല. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്.